പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കുടുംബജീവിതത്തിലെ നെടും തൂണുകളാണല്ലോ ഭാര്യയും ഭർത്താവും. ഈ ഭാര്യയും ഭർത്താവും പരസ്പരം അവർക്ക് കടമയും കടപ്പാടും ഒക്കെ ഉണ്ട്. ഭർത്താവ് എന്ത് പറഞ്ഞാലും ഭാര്യ കേൾക്കണം, ഭാര്യ പറയുന്നത് ഭർത്താവും കേൾക്കണം. എന്നാൽ ഭർത്താവ് പറയുന്ന 8 കാര്യങ്ങൾ അതൊരിക്കലും ഭാര്യ സ്വീകരിക്കാനോ അംഗീകരിക്കാനോ പാടില്ല. ആ സമയത്തൊക്കെ നോ, എന്നെ കൊണ്ട് പറ്റൂല, ഞാനത് ചെയ്യൂല, അങ്ങനെയൊന്നും നടക്കൂല, അതായിരിക്കണം മറുപടി. അപ്പോൾ ജീവിതത്തിൽ എല്ലാ കാര്യവും ഭർത്താവ് പറയുന്ന ഏത് കാര്യവും ചെയ്യണം. അതൊരു ഭാര്യയുടെ കടമയാണ്. അതുപോലെ തന്നെ ഭർത്താവിന് ഭാര്യയോടും കടമയുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. പക്ഷേ ഭർത്താവ് പറയുന്ന ഏത് കാര്യവും അംഗീകരിക്കണമെന്ന് നമുക്ക് പരിശുദ്ധമായ ഇസ്ലാം പറയുമ്പോൾ 8 കാര്യം ഭർത്താവ് നിർബന്ധിച്ചാലും ചെയ്യാൻ പാടില്ല. നോയാണ് അവിടെ പറയേണ്ടത്. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അതാണ് നമ്മുടെ കുടുംബജീവിതം സ്വസ്ഥതയിലും സമാധാനത്തിലുമാക്കി വളർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്രയോ സഹോദരിമാർ ഭർത്താവിന്റെ ദുസ്വഭാവം കൊണ്ട് വിഷമിക്കുന്നു. എത്രയോ സഹോദരന്മാർ ഭാര്യയുടെ ദുസ്വഭാവം കൊണ്ട് വിഷമിക്കുന്നു. അല്ലാഹു തആല നമ്മുടെയൊക്കെ കുടുംബജീവിതം ഖൈറിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. അപ്പോൾ അതുകൊണ്ട് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന ദുആ മുടങ്ങാതെ നമ്മൾ എല്ലാ ദിവസവും പറയണം. നല്ല ഖൈറായ കുടുംബജീവിതം കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് എടുത്താൽ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. ഭർത്താവിനോട് ഭാര്യയ്ക്ക് ഒരുപാട് കടമയുണ്ട്. അതായത് അള്ളാഹും റസൂലും കഴിഞ്ഞാൽ പിന്നെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടുമുള്ളത് അവരുടെ ഭർത്താവിനോടാണ്. അതുപോലെ തന്നെ നേരെ തിരിച്ച് അള്ളാഹും റസൂലും ഉമ്മായും വാപ്പായും കഴിഞ്ഞാൽ ഒരു പുരുഷന് പിന്നെ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടുമുള്ളത് അവന്റെ ഭാര്യയോടാണ്. നബിതങ്ങൾ രണ്ടുപേരോടും പറയുന്ന ഗൗരവമുള്ള ഒരുപാട് ഹദീസുകളുണ്ട്. ഒരു സ്ത്രീയോട് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലൗ കുന്തു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതു ഇംറഅത അൻ തസ്ജുദ ലി സൗജിഹാ. നബിതങ്ങൾ പറഞ്ഞൊരു ഹദീസാണ്, ലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമാണ് ആണാവട്ടെ പെണ്ണാവട്ടെ സുജൂദ് ചെയ്യാൻ അനുവാദമുള്ളൂ. എന്നിട്ട് നബിതങ്ങൾ പറയുന്നു, ഞാൻ അല്ലാത്ത വേറെ ആരോടെങ്കിലും സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഒരു പെണ്ണിനോട് പറയും, ആ പെണ്ണ് അവരുടെ ഭർത്താവിന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അത്രമാത്രം കടപ്പാടും കടമകളും ഒക്കെ ഉള്ള ആളാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവ്. ഇതേ നാണയത്തിൽ തന്നെ നബിതങ്ങൾ തിരിച്ചടിക്കുന്നുണ്ട്. ഭർത്താവിനോട് പറയുന്നു, അസ്സൗജു മുഅദ്ദബുൻ ലിബുഖാഇ സൗജതിഹി അലൈഹി. ഭാര്യയെ ഒരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കരയിപ്പിക്കുന്ന ഭർത്താവ്. ഭർത്താവ് മരിച്ചുപോയി ഭാര്യ കരഞ്ഞു, അതല്ല. ഭർത്താവിന് രോഗം വന്നു ഭാര്യ കരഞ്ഞു, അതല്ല. അല്ലാതെ ഭർത്താവിന്റെ ഇടങ്ങേറ് കൊണ്ടൊരു പെണ്ണ് കരഞ്ഞാൽ, ഭാര്യ കരഞ്ഞാൽ അവൻ നരകത്തിന്റെ വിറക് കൊള്ളി എന്ന് പറയാം. അപ്പൊ രണ്ടുപേർക്കും ഒരുപാട് കടമയുണ്ട്, കടപ്പാടുണ്ട്. ഇവിടെ മഹത്തുക്കൾ പറയുന്നു, പരസ്പരം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കടമയും കടപ്പാടും ഒക്കെ ഉണ്ട്. എന്നാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കണം. എന്നാൽ ഭർത്താവ് പറയുന്ന 7 കാര്യങ്ങൾ അത് കേൾക്കേണ്ട കാര്യമില്ല, അംഗീകരിക്കേണ്ട കാര്യമില്ല. അവിടെ യെസ് അല്ല പറയേണ്ടത്, നോയാണ് പറയേണ്ടത്. നോ, പറ്റൂല എന്ന് പറയണം. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഒരു പെണ്ണ് മരിച്ചു. ആ പെണ്ണ് മരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് ആ പെണ്ണിൽ തൃപ്തിയുള്ളവനാണ്. ഇപ്പോൾ ഒരു പെണ്ണ് മരിച്ചപ്പോൾ ഭർത്താവ് പറയുന്നു, ഓ എനിക്ക് എന്ത് ഇഷ്ടമെന്നറിയോ എൻ്റെ ഭാര്യയെ, എനിക്ക് പൂർണ്ണ തൃപ്തിയാണ് അവളിൽ, എനിക്ക് അവളിൽ നിന്നും ഒരു ബുദ്ധിമുട്ടില്ല, ഒരു പ്രയാസമില്ല, അവളെ കണ്ട് കൊതി തീർന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിച്ച് കൊതി തീർന്നില്ല എന്നൊക്കെ പറ്റി ഭാര്യയെ പറ്റി നല്ലതിങ്ങനെ പറയുവാണെങ്കിൽ ആ ഒരു ഭർത്താവിന്റെ സർട്ടിഫിക്കറ്റ് മതി അവൾക്ക് വിജയിക്കാൻ. അപ്പൊ പറഞ്ഞു വന്നത്, ഇത്രമാത്രം വലിയ കടപ്പാടുള്ള കടമയുള്ള ഭർത്താവ് പക്ഷേ ചില സമയത്ത് പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കേണ്ടതില്ല. അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം, മോളെ ഇനി നീ പുറത്തിറങ്ങുമ്പോൾ ഔറത്തൊന്നും മറക്കണ്ട എന്ന് ഒരു ഭർത്താവ് പറയുകയാണെങ്കിൽ, അപ്പോ ഈമാനുള്ള പെണ്ണാണെങ്കിൽ പറയണം, നോ, പറ്റൂല, ഞാൻ ഔറത്ത് മറച്ച് പുറത്തിറങ്ങുന്നു. അപ്പൊ ഔറത്ത് മറച്ച് പുറത്തിറങ്ങാൻ പറ്റൂല എന്നെങ്ങാനും ഒരു ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ പറയണം, അത് പറ്റൂല, നോ, ഞാൻ ഔറത്ത് മറച്ചേ പുറത്തിറങ്ങൂ എന്ന് പറയണമെന്നാണ്. രണ്ടാമത്തെ കാര്യം, എടി നീ എന്തിനാ എപ്പോഴും നിസ്കരിക്കുന്നേ? എല്ലാ സമയത്തും ഇങ്ങനെ നിസ്കരിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ എന്താണ് ഈ 5 വഖത്ത് നിസ്കരിക്കണമെന്നും നിർബന്ധമൊന്നുമില്ല എന്നെങ്ങാൻ, അതായത് ഇബാദത്തിന് തടസ്സം നിൽക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ, ഇബാദത്തിന് ഫർളായ നിസ്കാരങ്ങൾ അല്ലെങ്കിൽ റമളാനിലെ നോമ്പ് അതൊന്നും ചെയ്യണ്ട എന്നെങ്ങാനും ഒരു ഭർത്താവ് പറഞ്ഞാൽ ആ ഭർത്താവിനോട് പറയണം, പറ്റൂല, നോ പറയണം. അവിടെ ഏതായാലും ഇക്ക പറഞ്ഞല്ലോ അതുകൊണ്ട് രക്ഷപ്പെട്ടു, നിസ്കരിക്കണ്ട എന്നൊന്നുമല്ല.
ഒരു ഫർളായ കാര്യം, നിസ്കാരത്തിന്റെ കാര്യം അല്ലെങ്കിൽ റമദാനിലെ നോമ്പിന്റെ കാര്യം അത് ചെയ്യണ്ട എന്ന് ഭർത്താവ് പറഞ്ഞാൽ അവിടെ അത് കേൾക്കാൻ പാടില്ല, ചെയ്തോളണം കേട്ടോ. മൂന്നാമത്തെ കാര്യം, അശുദ്ധിയുടെ സമയം, ഹൈല്, നിഫാസ്, ആ സമയത്ത് ശാരീരികമായി ബന്ധപ്പെടാൻ ഒരു ഭർത്താവ് വന്നാൽ അവിടെയും പറയണം നോ, പറ്റൂല. ഹൈലിന്റെ സമയത്ത്, നിഫാസിന്റെ സമയത്ത് മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗത്തു നിന്നും സുഖമെടുക്കൽ ഹറാമാണ്. അത് എല്ലാ സ്ത്രീകളും പുരുഷന്മാരും മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഈ സമയത്ത് ഒരു ഭർത്താവ് ഇങ്ങനെ ബന്ധത്തിന് വേണ്ടി വന്നാൽ പറ്റൂല, പാടില്ല, ഹറാമാണ് എന്ന് പറയണം, നോ പറയണം. നാലാമത്തെ കാര്യം, ജനാബത്ത് കുളി തടസ്സം നിന്നാൽ. ഇപ്പോ ഒരു പെണ്ണ് ഭർത്താവുമായിട്ട് അവര് ബന്ധപ്പെട്ടു, അപ്പൊ അതിനുശേഷം ജനാബത്ത് കുളിക്കണമല്ലേ, വലിയ ശുദ്ധി കുളിക്കണം. അതല്ലെങ്കിൽ ഇപ്പോ സ്ത്രീകള് നിഫാസ്, പ്രസവ രക്തം നിന്നിട്ട് വലിയ കുളി കുളിക്കും. അതുപോലെ തന്നെ ഈ അശുദ്ധിയുടെ സമയം കഴിഞ്ഞിട്ട് വലിയ കുളി അല്ലെ, ജനാബത്തിന്റെ കുളി കുളിക്കൂല. ആ സമയത്തൊക്കെ ഭർത്താവ് എന്ന് പറയുന്നു, നീ എങ്ങനെ എന്തിനാ കുളിക്കണം, ഞാൻ കുളിക്കൊന്നും വേണ്ട എന്നെങ്ങാനും പറഞ്ഞാൽ അത് പറ്റൂല, അത് പറ്റൂല. കാരണം എന്താണ്, ആ ജനാബത്ത് കുളി കുളിച്ചിട്ട് വേണം പിന്നെ എന്ത് ചെയ്യാൻ, നിസ്കരിക്കാൻ, ഖുർആൻ ഓതാൻ, അല്ലെ, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ജനാബത്ത് കുളിക്ക് തടസ്സം നിൽക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ അയാളോട് പറയണം നോ, പറ്റൂല. അഞ്ചാമത്തെ കാര്യം, നിർബന്ധമായ ദീനി പഠനം. ഇപ്പോ ഫാത്തിഹ പഠിക്കുന്നു, നിസ്കാരം പഠിക്കുന്നു, അല്ലെങ്കിൽ വുദു പഠിക്കുന്നു, ഖുർആൻ ഓതാൻ പഠിക്കുന്നു, ഇതൊന്നും പോവാൻ പറ്റൂല, നീ ഖുർആനൊന്നും പഠിക്കണ്ട, നിസ്കാരമൊന്നും പഠിക്കണ്ട, വുദു എടുക്കാനൊന്നും പഠിക്കണ്ട എന്നെങ്ങാനും ഒരു ഭർത്താവ് പറഞ്ഞാൽ അയാളോട് പറയണം നോ, പറ്റൂല, എനിക്ക് പഠിക്കണം. കാരണം അള്ളാഹു പറഞ്ഞതാണ്, എന്ത്, ഭർത്താവ് പറഞ്ഞല്ല, അള്ളാഹ് പറഞ്ഞതാണ് വുദു പഠിക്കണമെന്ന്, അള്ളാഹ് പറഞ്ഞതാണ് നിസ്കാരം പഠിക്കണമെന്ന്, അള്ളാഹ് പറഞ്ഞതാണ് എന്ത്, ഖുർആൻ പഠിക്കണമെന്ന്. അതുകൊണ്ട് അള്ളാന്റെ പറച്ചിലിനാണ് നമ്മൾ അവിടെ വില കൽപ്പിക്കേണ്ടത്. ഇനി ആറാമത്തെ കാര്യം, പിൻഭാഗത്തിലൂടെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന ഭർത്താവ്, അയാളോടും പറയണം നോ എന്ന് പറയണം. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ പടർന്നു പിടിക്കുന്ന ക്യാൻസർ മലദ്വാര ക്യാൻസറാണ്. കാരണം ആ ഭാഗത്തിലൂടെ ബന്ധപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഭർത്താവ് വന്നാൽ അയാളോട് പറയണം നോ, പറ്റൂല. ഇനി ഏഴാമത്തേത്, ഭാര്യക്ക് സമ്പത്തുണ്ട്, ആ ഭാര്യ തന്റെ സമ്പത്തിന്റെ ആ കണക്കൊക്കെ വരുമ്പോൾ ഭാര്യ എന്ത് ചെയ്തു, തന്റെ സമ്പത്തിൽ നിന്നും സക്കാത്ത് കൊടുക്കുകയാണ്. അപ്പൊ ഭർത്താവ് വന്നിട്ട് പറയുന്നു, എന്തിനാണ് നീ സക്കാത്ത് കൊടുത്ത് വെറുതെ നമ്മുടെ പൈസ കളയണം, സക്കാത്തൊന്നും കൊടുക്കണ്ട എന്നെങ്ങാനും പറഞ്ഞാൽ അവിടെയും പറയണം പറ്റൂല. കാരണം അത് ആണാവട്ടെ പെണ്ണാവട്ടെ അവനിക്കുള്ള സമ്പത്ത് കണക്കും അതുപോലെ തീയതിയൊക്കെ ഒത്തു വന്നാൽ എന്ത് ചെയ്യണം, അയാൾ സക്കാത്ത് കൊടുക്കണം, ആ പെണ്ണ് സക്കാത്ത് കൊടുക്കണം. അപ്പൊ സക്കാത്തിന് തടസ്സം നിൽക്കുന്ന ഭർത്താവിനെ എന്തു പറയണം, നോ പറയണം. മറ്റൊരു കാര്യം കൂടി, ഫർള് നോമ്പ് പിടിക്കണ്ട എന്ന് ഒരു ഭർത്താവ് പറഞ്ഞാൽ അപ്പൊ നമ്മൾ പറയണം ഞാൻ പിടിക്കും. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇനിയിപ്പോ സുന്നത്തായ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാം. ഇപ്പോ സുന്നത്തായ ഒരു നോമ്പ് പിടിച്ച ഒരു പെണ്ണ് തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ ഒക്കെ സുന്നത്തായ ഒരു നോമ്പ് പിടിച്ചു. സത്യം പറഞ്ഞാൽ ഈ തിങ്കളാഴ്ചയാവട്ടെ വ്യാഴാഴ്ചയാവട്ടെ സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ഒരു പെണ്ണ് ഭർത്താവിനോട് അനുവാദം ചോദിക്കണമെന്നാണ്. ഇനിയിപ്പോ അനുവാദം ചോദിക്കാൻ പറ്റിയില്ല, ഒരു പെണ്ണ് പിടിച്ചു, നോമ്പ് പിടിച്ചു, സുന്നത്തായ നോമ്പ് പിടിച്ചു. അപ്പോഴാണ് ഭർത്താവ് വരുന്നത്. ഭർത്താവ് വന്നിട്ട് പറഞ്ഞു, ഒരു നോമ്പ് മുറിക്കടേ, നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞാൽ മുറിക്കണമെന്നാണ്. നേർച്ച നോമ്പാണെങ്കിൽ അല്ല, അതല്ലാത്ത നോമ്പാണെങ്കിൽ മുറിക്കണമെന്നാണ്. സുന്നത്തായ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അവിടെ ഭർത്താവിന്റെ തൃപ്തി നോക്കാം. ഫർളായ നിർബന്ധമായ കാര്യത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പിന്നെ പല ഭാര്യ ഭർത്താക്കന്മാരും കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നമാണ്, സങ്കടമാണ്, ദുരിതമാണെന്നൊക്കെ പറയുമല്ലോ. അപ്പൊ ഞാൻ അതിന് ഒരു പരിഹാരമായിട്ടൊരു കാര്യം പറഞ്ഞു തരാം. ഉസ്താദുമാരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. ഇപ്പോ നമുക്ക് കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഭാര്യയാവട്ടെ ഭർത്താവട്ടെ ഉറങ്ങുന്നതിന് മുമ്പ് നല്ല രൂപത്തിൽ വുദൂ എടുത്തിട്ട് വേണം കിടക്കാൻ. രണ്ടുപേരും വുദൂ എടുത്തിട്ട് കിടക്കുക. അപ്പൊ എന്താണ്, അവർക്കിടയിലുള്ള ആ പൈശാചികമായ ദുർബോധനം, പിശാചാനുള്ള ഇട്ട് തരുന്നതൊക്കെ അതൊക്കെ ഇല്ലാതാകും, പരസ്പരം സ്നേഹമുണ്ടാകുമെന്നാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ കാര്യവും പഠിച്ചു വെക്കുക. ഇനി